ഹലോ. ഇപ്പം സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 2:45. ഞാനും നമ്മളൊരു ചങ്ങായിയും കൂടെ കൂത്തുപറമ്പ്ന്ന് കണ്ണൂർ ടൗണിലേക്ക് പോന്നതാ. അപ്പോൾ കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് താഴെച്ചൊവ്വ എത്തിയേരം നഹദി ഇല്ലേ? നഹദി കേറിയിട്ട് ഒരു മന്തി ഓർഡർ ചെയ്തു. ഞാനൊരു നോർമൽ ചിക്കൻ മന്തിയാ ഓർഡർ ചെയ്തത്. മൂപ്പരൊരു കുറച്ച് ക്രീമി എല്ലാം ആയിട്ട് വരുന്ന ലെബനീസ് അൽഫാം മന്തിയായിരുന്നു ഓർഡർ ചെയ്തത്. ലെബനീസ് അൽഫാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ നോർമൽ ചിക്കൻ മന്തിയിലുള്ള ചിക്കൻ അത്ര ജ്യൂസി ഒന്നും ആയിരുന്നില്ല. ഒരു ഡ്രൈ ടെക്സ്ചർ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് അന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പം കഴിച്ച ആ ഒരു ഫ്ലേവർ എനിക്ക് ഇപ്രാവശ്യം തോന്നിയില്ല. അത്ര ഒരു സുഖം ഉണ്ടായിട്ടില്ല എന്ന് പറയാം, ആ റൈസിൻ്റെ ഒരു ഫ്ലേവർ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ചങ്ങായിനെ മേലെ ചുവക്കുള്ള മൂപ്പരെ വീട്ടിലിറക്കിയിട്ട് ഞാൻ നേരെ കണ്ണൂർ ടൗണിലേക്ക് പോയി. കുറച്ച് ആവശ്യങ്ങളുണ്ടേനു എനിക്ക് കണ്ണൂർ കാൾടെക്സിൽ ഒരു സ്ഥലത്ത് ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ അവിടുത്തെ ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് ദാ ഇവിടെയാണ്. ഇത് കണ്ണൂർ ടൗണിലുള്ളൊരു കടയാണ്. ഇവിടുന്നാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും ടേസ്റ്റുള്ള മാംഗോ ഷേക്ക് കുടിച്ചത്. ഐസ്ക്രീം ഒന്നും ഇടാതെ പാലും പഞ്ചസാരയും മാങ്ങയും മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള മാംഗോ ഷേക്ക്. വെറും 70 രൂപയാണ് ആ ഷേക്കിൻ്റെ റേറ്റ്. അതിനുശേഷം ഇവിടുത്തെ ക്ലാസിക് ആയിട്ടുള്ള ആ ചിക്കു ഷേക്കും കുടിച്ച്. അതിന് 60 രൂപയാണ്. രണ്ടും തകർത്തിന്. പക്ഷേ മാംഗോ ഷേക്ക് തന്നെയായിരുന്നു കേട്ടോ താരം. അവസാനം ഈ ചൂടത്തൊന്നും കൂടെ ഒന്ന് തണുപ്പിക്കാനായിട്ട് 3 സ്കൂപ്പ് ഐസ്ക്രീമും ഫ്രഷ് ഫ്രൂട്ട്സും പിന്നെ നട്ട്സും എല്ലാം വരുന്ന 110 രൂപയുടെ ആ ഫലൂദയും ട്രൈ ചെയ്തു. ഒരു രക്ഷയേയില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ ഇതാ ഈ ഫ്രൂട്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഈ ഷോപ്പ്. 1968 മുതലുള്ള ഷോപ്പാട്ടോ അത്. പിന്നെ കണ്ണൂരിൽ നിന്നൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. നേരെ കൂത്തുപറമ്പേക്ക് വെച്ച് പിടിച്ച്. കൂത്തുപറമ്പ് ആയിത്തറ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ ഒരു വീട്ടുകൂടൽ പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേര് എന്നെ വിളിച്ചിട്ടാ. ഒന്ന് ആ വീടിൻ്റെ ഓണറും രണ്ടാമത്തെ അവിടുത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമും. അതുകൊണ്ട് ഇത് വിളിക്കാത്ത പരിപാടിയൊന്നുമല്ല. 2 പേര് വിളിച്ച പരിപാടിയാണ്. ധൈര്യമായിട്ട് പോവാം. നമ്മളെ കണ്ണൂർ പയ്യാമ്പലത്തുള്ള ഗസൽ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവരാണ് ഇവിടുത്തെ ഫുഡിൻ്റെയും ബാക്കിയുള്ള ഡെക്കോറും പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഉള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വെള്ളയപ്പം ഉണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബിരിയാണി റൈസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാനായിട്ട് നല്ല ലഗോൺ ചിക്കനും ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ചായക്കടയെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ലിമിറ്റഡ് ഐറ്റംസ് വെച്ചിട്ട് പരമാവധി സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈവ് ഒരു പൊറോട്ട കൗണ്ടർ ഉണ്ടേനും അതിൻ്റെ സൈഡിലായിട്ട് വെള്ളയപ്പത്തിൻ്റെ കൗണ്ടറും എല്ലാം ഉണ്ടായിരുന്നു. ഡിസേർട്ടിൽ വരുന്നത് ഫ്രൂട്ട് സാലഡ് ഉണ്ടേനും, ഐസ്ക്രീം ഉണ്ടേനും, പിന്നെ ഗുലാബ് ജാമുനും. വീടെല്ലാം ഇങ്ങേക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഒരു പ്ലേറ്റും എടുത്തിട്ട് ഞാൻ രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വെള്ളയപ്പം എടുത്ത്, ഒരു പൊറോട്ട എടുത്ത്, കുറച്ച് ചിക്കൻ സ്റ്റൂ അതിൻ്റെ സൈഡിൽ വെച്ച്, ഒരു 2-3 പീസ് ചിക്കൻ ഫ്രൈ അതിൻ്റെ മറ്റേ സൈഡിലവിടെ വെച്ച്, ലേശം ബിരിയാണി റൈസ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോരിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബിരിയാണി മസാലയും ബിരിയാണീൻ്റെ പീസും എടുത്തിട്ട് ഒരു സൈഡിലാണ് പോയിരുന്നിട്ട് പതുക്കെ ആരാംസേ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ. ആദ്യം കഴിച്ചത് ഈ ചിക്കൻ ഫ്രൈന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ടാണ്. അതിന് ശേഷം ആ ചിക്കൻ സ്റ്റൂവിൽ കുതിർന്നിട്ടുള്ള വെള്ളയപ്പമില്ലേ, അതിൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം കൂട്ടി കീറി എടുത്തിട്ട് നല്ലോണം വെന്ത ആ ചിക്കൻ സ്റ്റൂന്നൊരു പീസും എടുത്തിട്ട് ആ വെള്ളയപ്പത്തിൻ്റെ കൂടി ഇതെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്. അധികം ക്രീമിയൊന്നും അല്ലാത്ത എന്നാൽ നല്ല തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു ചുവയടിക്കുന്ന അടിപൊളി സ്റ്റൂ ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ നല്ലോണം വെന്തതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അതിന് ശേഷമോ പതുക്കെ ഞാൻ ബിരിയാണിയിലോട്ടേക്ക് കൈ വെച്ചേ. ആദ്യം നമ്മുടെ സ്ഥിരം രീതിയിൽ കുറച്ച് ബിരിയാണി റൈസ് മാത്രം ഒന്ന് കുഴച്ചിട്ട് കഴിച്ചു നോക്കി. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങനെ പറിച്ചെടുത്ത് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ച് ഒന്ന് കുഴച്ചിട്ട് ലേശം മസാലയും കൂടെ കൂട്ടി കുഴച്ചിട്ട് ആ റൈസിൻ്റെയും മസാലേൻ്റെയും കൂടെ ചിക്കൻ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. ഉഫ് എൻ്റെ അമ്മോ, അടിപൊളി ബിരിയാണി കേട്ടോ. ലഗോണാണ് ഇത്. ദമ്മെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെ തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ചിക്കൻ പീസെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഗ്രനായന കേട്ടോ. പക്ഷെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മസാല, ചെറിയൊരു മധുരവും എരിവെല്ലായിട്ടുള്ള ആ ഒരു സെറ്റ് ബിരിയാണീൻ്റെ മസാല ഇല്ലേ, ആ സാധനം. പിന്നെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയിലും കൂടെ കൂട്ടിയിട്ടും കഴിച്ചിന്. നെക്സ്റ്റ് റൗണ്ടിൽ വെള്ളയപ്പോൾ കുറച്ച് ചിക്കൻ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും പിന്നെ ബിരിയാണിയിൽ വരുന്ന ആ ചിക്കൻ്റെ പീസില്ലേ അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ബാ ഇനി വീടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇതാണ് സെൻട്രൽ ഹാൾ. നല്ല വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സെൻട്രൽ ഹാളാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയയും വരുന്നത് കേട്ടോ. ഒരു 6 സീറ്റർ ചെയർ ഇട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് സോഫ സെറ്റും പിന്നെ ടി വി കാണുന്ന ആ ഒരു ഏരിയയിലുണ്ട്, ലിവിങ് ഏരിയ. അതിനോട് ചേർന്നിട്ടൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു പുറത്തൊരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. ഇതാണ് ആ ഏരിയ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഉള്ളത്. ഒന്ന് മേലെ പോയിട്ട് വരാമല്ലോ. ഇതാണ് അപ്സ്റ്റേഴ്സ്. ഇത് അപ്സ്റ്റേഴ്സ് എന്നുള്ള താഴേക്കുള്ള വ്യൂ ആണ്.
ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ കമ്പിയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഈ ജനലുകളിലോട്ടാണ് എൻ്റെ കണ്ണുകൾ ആദ്യം പോയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ജനലെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നല്ലൊരു പാസേജ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അതിലിങ്ങനെ നടന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് മേലെയുള്ള ഒരു ബെഡ്റൂമിലോട്ടാണ്. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ വേറൊരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമാണ് ഇത്. ആ ബെഡ്റൂമിൽ ആ കിടക്കേൻ്റെ സൈഡിൽ ഒരാൾ കിടക്കുന്നുണ്ടേ. കിടക്കേൻ്റെ മേലെയല്ല, ഇതാ സൈഡിൽ ഒരാൾ കിടക്കുന്നുണ്ട്. അയാൾ ഫുൾ ഡിപ്രഷനിലാണ്. അതിൻ്റെ രോമവും മുടിയെല്ലാം മുറിച്ചുകൊണ്ട് പാവല്ലേ. അപ്പം ഗസൽ റെസ്റ്റോറൻറ്റ് ഇവിടെ സെറ്റാക്കിയ ഫുഡും ഇവൻറ്റും എല്ലാം ഉഷാറായിരുന്നു കേട്ടോ. ഒരുപാട് നന്ദി എന്നെ ഈ വീട്ടുകൂടൽ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തതിലും. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്